പോലെ ഇപ്പൊ ഈ റീസെന്റ് വന്നേക്കുന്ന ചില വാർത്തകളിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ മമ്മൂക്കയ്ക്കെതിരായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകൾ ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനോട് പൊതുവെ സിനിമാ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല. ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് വളരെ നല്ല ചോദ്യമാണ്. അത് ഞാൻ പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ്. കാരണം മമ്മൂക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു. ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട. ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന പരുന്തിലായാലും ദ്രൗപദത്തിലായാലും അണ്ണന്തമ്പിയിലായാലും കിങ് ആൻഡ് ദ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ. ഞാൻ മുസൽമാനല്ല, ഞാൻ നായരാണ്. ജനനം കൊണ്ട് നായരാണ്. അദ്ദേഹം മുസൽമാനാണ്. പക്ഷെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല, മനസ്സില്ല. ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കയെ പോലത്തെ ഇത്രയും, കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നൊരു നടനാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മയായിട്ടേ കാണുന്നുള്ളൂ. അതിനെതിരെ താരസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ്, തെറ്റാണ്. മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഞാനതിന്റെ മെമ്പർ തന്നെയാണ്. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി, അത് പോരായിരുന്നു. ശക്തമായിട്ട് ഇടപെടണമായിരുന്നു. കാരണം അമ്മയെ പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു. കാരണം മമ്മൂക്ക ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തൊരാളാണ്. ഞാൻ എൻ്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. വേറെ ആരുടെയും ജീവിതം ഞാൻ എടുക്കേണ്ടല്ലോ. എൻ്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും ചേർത്തല കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് 1 4 5 സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ. മോശമാണ്, കഷ്ടമാണ്. അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇത് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഉയരുമ്പോൾ എന്തായാലും താക്കാനായിട്ട് കുറേ പേര് ശ്രമിക്കുമല്ലോ. ഇപ്പോൾ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ, മലയാള സിനിമ, ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരാളെ കോർണർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ജാതിയോ മതം മമ്മൂക്ക വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മമ്മൂക്ക വളർന്ന് പന്തലിച്ച് ഇനി അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നിരിക്കുക. അങ്ങനെയുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും. ഈ അടുത്ത് വന്ന സിനിമ, ഞാൻ ഈ അടുത്ത സിനിമകളിലൊന്നും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. പക്ഷെ 5 6 പ്രാവശ്യം ഞാൻ സിനിമ കാണുമ്പം നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്രമാത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഈ കോർണർ ചെയ്യുന്നതല്ല ഇത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളൊരു 10 പേര് ഒരിടത്തിരിക്കുകയാണ്, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം empty vessels makes noise എന്ന് പറയും. എന്താണെന്നറിയാവോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വെക്കും. അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും. ഇത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല. ഇത് വെറുതെ empty vessels makes noise, that's all. അത്രേ ഉള്ളൂ.